JCB കാണാനൊക്കെ ആള് കൂടുമല്ലോ. അതുപോലെയാണ് പുഷ്പയുടെ പ്രമോഷനെത്തിയ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ തോന്നിയത് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഇൻഡസ്ട്രിയിലെ തന്നെ മറ്റൊരു പ്രധാന താരം. മറ്റാരുമല്ല, നടൻ സിദ്ധാർത്ഥാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പുഷ്പ 2വിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥ് പറഞ്ഞ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് ബീഹാറിൽ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് സിദ്ധാർത്ഥ് തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് വെറും പ്രമോഷൻ സ്റ്റണ്ടാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. മദൻ ഗൗരിക്ക് നൽകിയ അഭിമുഖത്തിൽ യാതൊരു സങ്കോചവുമില്ലാതെയാണ് അദ്ദേഹം ഈ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. വിജയത്തിന്റെ അടിസ്ഥാനം ആൾക്കൂട്ടമാണെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അധികാരം പിടിച്ചേനെ എന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത്. ബീഹാറിലെ പട്നയിൽ വെച്ച് പ്രമോഷൻ നടത്തിയ സമയത്ത് ഇത്രയും വലിയ ആൾക്കൂട്ടം വന്നതിൽ തനിക്ക് അത്ഭുതമൊന്നുമില്ലെന്നും ഇതൊരു മാർക്കറ്റിംഗ് ടൂളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അവരുടെ കയ്യിൽ പാട്ടുകളും സിനിമയും ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ ആൾക്കൂട്ടം വന്നതെന്നും വലിയ ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും തിക്കും തിരക്കുമൊക്കെ മാനേജ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടുമൊക്കെ പ്രമോഷൻ പരിപാടി നന്നായി നടന്നുവെന്നും സിദ്ധാർത്ഥ് കൂട്ടിച്ചേർക്കുന്നു. ഇതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചർച്ചയായിട്ടുണ്ട്. തങ്ങളുടെ കാലത്ത് ക്വാർട്ടറിനും ബിരിയാണിക്കും വേണ്ടി വിളിച്ചു ചേർക്കുന്ന ആൾക്കൂട്ടം എന്നൊരു വിളിപ്പേരുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് പെയ്ഡ് പ്രൊമോഷനാണ് പുഷ്പയുടെ അണിയറ പ്രവർത്തകർ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇൻഡയറക്ട്ലി അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ആരാധകർ വായിച്ചെടുക്കുകയാണ്. കാശ് കൊടുത്ത് ആളെ കൂട്ടിയതാണെന്ന് ചുരുക്കം. കൂടുതൽ കയ്യടി എവിടെയാണോ അയാൾ രാജാവാകും എന്ന ചിന്തയുണ്ടെന്നും എന്നാൽ ഇന്നത്തെ കാലത്ത് കയ്യടി കിട്ടാൻ വളരെ എളുപ്പമാണെന്നും കൂടി സിദ്ധാർത്ഥ് പറഞ്ഞു വെക്കുന്നുണ്ട്. വിമർശനങ്ങൾ ലഭിക്കുന്നതിനിടെയും വമ്പൻ കളക്ഷൻ നേടിയാണ് പുഷ്പ 2 തിയേറ്ററിൽ ഇപ്പോൾ റൺ ചെയ്യുന്നത്. 294 കോടിയാണ് ചിത്രം ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതെന്ന് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് അറിയിച്ചിരുന്നു. രണ്ടാം ദിനത്തിൽ ആദ്യ ദിനത്തെ കളക്ഷനിൽ നിന്നും 40% ഇടിവ് സംഭവിച്ചെങ്കിലും വർക്കിംഗ് ഡേ എന്ന രീതിയിൽ നോക്കുമ്പോൾ മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. 90 കോടി രൂപയിലധികമാണ് രണ്ടാം ദിനം പുഷ്പ 2 ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നേടിയത്. ഇതോടെ ചിത്രത്തിന്റെ കളക്ഷൻ ഇന്ത്യയിൽ 265 കോടി രൂപയിൽ എത്തിയെന്നാണ് സൂചന. യുക്തിയുടെ കണ്ണട വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സിനിമയല്ല പുഷ്പ ദി റൂൾ എന്ന പൊതു അഭിപ്രായമുണ്ട്. പുഷ്പ ദി റൈസും അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് അഭിപ്രായം. ഇനി വരാനിരിക്കുന്ന പുഷ്പ 3 റാംപേജും ഇതേ മീറ്ററിൽ തന്നെയായിരിക്കും പണിതെടുക്കുന്നത് എന്നാണ് സൂചന. പുഷ്പ ദി റൈസ് പോലെ തന്നെയാണ് പുഷ്പ ദി റൂളും. അടിയുണ്ട്, ഇടിയുണ്ട്, വെടിയുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, കുടുംബമുണ്ട്, കള്ളക്കടത്തുണ്ട്. ആകെ കൂടി തെലുങ്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ സിനിമകൾ പാൻ ഇന്ത്യൻ സിനിമകളാകുന്ന കാലത്ത് ശതകോടികൾ മുടക്കി സഹസ്രകോടികൾ കൊയ്യുന്ന മാജിക്കാണ് അടുത്ത കാലത്ത് ഹിന്ദി ചലച്ചിത്രങ്ങളെ പിന്നിലാക്കി ദക്ഷിണേന്ത്യൻ സിനിമകളും കാണിച്ചു തുടങ്ങിയിട്ടുള്ളത്. അതുതന്നെയാണ് പുഷ്പ 2വും ലക്ഷ്യമിട്ടിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ കളക്ഷൻ തുടർന്നാൽ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന ചിത്രമായി പുഷ്പ 2 മാറുമെന്നുറപ്പാണ്.